നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും റെഡിമെയ്ഡ് ബ്ലൗസാണ്. കാരണം റെഡിമെയ്ഡ് ബ്ലൗസ് ആ ഒരു ഓൾഡ് നേരത്തെ ഇത് റീസ്റ്റോക്ക് മാത്രമാണ്. പുതിയ കളക്ഷൻ അല്ല. പുതിയ കളക്ഷൻസ് മീൻസ് നേരത്തെ കാണിച്ചിട്ടുള്ള അതിൻ്റെ റീസ്റ്റോക്ക് വന്നതാണ്. അതിനകത്ത് എല്ലാ കളറുകളും വന്നിട്ടുമില്ല. അതുപോലെ അതിന് ചോദ്യക്കാരുള്ളതുകൊണ്ടാണ് റീസ്റ്റോക്ക് കൊണ്ടുവച്ചിട്ട് കുറച്ച് ദിവസമായി ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഇട ദിവസം കാണിക്കാം. റീസ്റ്റോക്ക് ആയതുകൊണ്ട് ഇതിന് പരിമിതമായിട്ടുള്ള സ്റ്റോക്കേ ഉള്ളൂ. ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. ചിലരൊക്കെ ബുക്ക് ചെയ്തിട്ട് നാളെ ഞാൻ ക്യാഷ് ഇട്ടോളാം എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാത്ത ദിവസങ്ങളിൽ പലരുടെയും ഹോൾഡ് ചെയ്ത് വെക്കാറുണ്ട് ബ്ലൗസിന്. കാരണം നമുക്ക് അത്രമേൽ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടാണ് വെക്കുന്നത്. പക്ഷേ ഇതിന് സ്റ്റോക്കില്ല. അതുകൊണ്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. ആദ്യം ക്യാഷ് അടയ്ക്കുന്നവർക്ക് കൊടുക്കൂട്ടോ, ഒന്നാമത്തെ കാര്യം. പിന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് ഗീവ് അവേ നടക്കുകയാണല്ലോ. ബെസ്റ്റ് കമൻറ്റിനാണ് ഗീവ് അവേ. കഴിഞ്ഞ ദിവസത്തെ ഗീവ് അവേയിലെ വിന്നർ ആരൊക്കെയാണ്? സിമിത ബിജു, മറിയം, ഒന്ന് കട്ടിയില്ലേ? കഴിഞ്ഞ ദിവസത്തെ ബ്ലൗസിൻ്റെ വീഡിയോയിലെ ഗീവ് അവേയുടെ വിന്നർ ആരാന്ന് ചോദിച്ചാൽ 2 പേർക്കാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് ഒന്ന് മോളിത്തരകൻ, ബാക്കിയുണ്ട് കേട്ടോ, മറന്നുപോയി. മോളിത്തരകൻ ഞാൻ ഒന്ന് നോക്കാൻ പോയതാ. രണ്ടാമത് സിമിത ബിജു. ഞാൻ 2 പേരാണ്. അവർ കോൺടാക്ട് ചെയ്തിട്ട് കമൻറ്റ് പറഞ്ഞാൽ മതി. കമൻറ്റ് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് എടുത്ത് അയച്ചാലും മതി. എന്നിട്ട് ഏത് ബ്ലൗസാണ് വേണ്ടത് എന്ന് പറയും. ആ ബ്ലൗസ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലൗസ് വരാം, അല്ലെങ്കിൽ സ്റ്റോക്കുള്ള ബ്ലൗസ് വരാം കേട്ടോ. പിന്നെന്താ, ഇനി ഇന്നത്തെ ബ്ലൗസിനെ പറ്റി പറയാം. ഇന്നത്തെ ബ്ലൗസിന് ആസ് യൂഷ്വൽ ഇത്രയും കാലത്തെ പോലെ തന്നെ റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ ഒന്നുമില്ല. ഇത് നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് 3 ദിവസത്തിന് ശേഷമാണ് ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ ബ്ലൗസിൽ എൻ്റെ ഓർമ്മ ശരിയാണ്, എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല, ഞാൻ വന്ന് നിന്ന് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. ഇതെടുത്ത് വെച്ചിരുന്നതാ. ഇതിന് അപ് ടു 2XL വരെയുള്ളൂ, 3XL വരെയില്ല. അപ്പോൾ മീഡിയം, ലാർജ്, XL, XXL വരെയുള്ള ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. XXLകാർ ഇത് വാങ്ങിക്കാം. അതായത് 2XLന് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന സൈസിന് മേളിലോട്ടുള്ളവർ വാങ്ങിക്കരുത്. താഴേക്കുള്ള ആർക്കും വാങ്ങിക്കാം. ഇത് ഒറ്റ സൈസാണ്, ഫ്രീ സൈസാണ്. ഇതിൻ്റെ ഓരോ സൈസും ഇല്ല. ഈ സൈസ് വാങ്ങിച്ചിട്ട് ചെറിയ സൈസ് ഉള്ളവർ ആവശ്യം വേണ്ടെങ്കിൽ ഓൾട്ടർ ചെയ്യുക. അത്രയും മാത്രമേ ഉള്ളൂ അതിനകത്ത് ചെയ്യേണ്ട കാര്യം. പിന്നെ ഇതിന് റിട്ടേണും എക്സ്ചേഞ്ചും ഒന്നുമില്ല. ഇതാണ് ബ്ലൗസ്. ഓണമൊക്കെ ആകുമ്പോഴത്തേനും വേണ്ടവർക്ക് വാങ്ങിക്കാം. എല്ലാവർക്കും ഈ ബ്ലൗസ് ഒത്തിരി ആവശ്യക്കാർ. കാരണം ഓണം അങ്ങനത്തെ സെലിബ്രേഷൻസ് കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേനും നമുക്ക് കേരള സാരിയുടെ കൂടി അല്ലെങ്കിൽ ഫംഗ്ഷൻ വെയറായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ ഒത്തിരി ഭംഗിയാണ്. ഞാൻ ഈ ബ്ലൗസിൻ്റെ പല കളർ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ എന്തിനാന്ന് എനിക്കറിയത്തില്ല. ഒരു ഓണത്തിന് കൂടി വന്ന് 2 പ്രാവശ്യം അല്ലേ കൊടുക്കുള്ളൂ. എന്നാലും ഇരിക്കട്ടെ, എപ്പോഴും കിട്ടൂലല്ലോ എന്ന് ഓർത്തെടുത്തതാ. പർപ്പിൾ ഷെയ്ഡ് കേട്ടോ, പർപ്പിളും സിൽവറും കണ്ടോ, നല്ല ഭംഗിയല്ലേ. ഞാൻ ഇതിനകത്ത് ഒരു സാരിയുടെ കാണിക്കാം. ഈ ബ്ലൗസ് ഇട്ട് സാരി ഉടുത്തിരിക്കുന്നതിൻ്റെ ജസ്റ്റ് ഒന്ന് ഇതിനകത്തൊരു ഗ്ലിംസ് പോലെ കാണിക്കാം കേട്ടോ. ലാവണ്ടർ. നമ്മളിതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ട മെറൂൺ കളറായിരുന്നു ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട. അതിന് റീസ്റ്റോക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ആവശ്യപ്പെട്ട കളറുകൾ മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ലാവണ്ടർ. ഇതിനെല്ലാം ഞാൻ വീണ്ടും പറയുക, പരിമിതമായിട്ടുള്ള സ്റ്റോക്കേ ഉള്ളൂ. മൂന്നാമത്തെ റീസ്റ്റോക്ക് ആയതുകൊണ്ട് നമ്മളിത് ഒത്തിരി കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വേണ്ടവർ വേഗം വാങ്ങിച്ചോളുക. വീഡിയോ കാണുമ്പോഴേ ബുക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ റീസ്റ്റോക്ക് വരുമോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ റീസ്റ്റോക്ക് ഇനി വരത്തില്ല. ഈ സെയിമിൻ്റെ റീസ്റ്റോക്ക് വരത്തില്ല കേട്ടോ. നല്ല ഒലീവ് ഗ്രീൻ, ഇതിന് ഭയങ്കര ഡിമാൻഡുണ്ട്. ഏറ്റവും കൂടുതൽ പോയ കൂട്ടത്തിലുള്ള ഒരെണ്ണമാണ് ഒലീവ് ഗ്രീൻ. റാണി പിങ്ക് ഓർ മജന്ത ഉണ്ടോ? നല്ല രസമല്ലേ. നിങ്ങൾ ഇത് ഒറ്റ ബ്ലൗസ് മതി നമ്മുടെ ഓണം കളർഫുൾ ആക്കാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഫംഗ്ഷൻ വെയർ ബ്ലൗസുകൾ ഇഷ്ടം പോലെ വരുന്നതുകൊണ്ട് നമുക്ക് മൊത്തം കൺഫ്യൂഷനായി പോകും, ഏത് വേണം ഏത് വേണ്ടാന്ന്. നല്ലതല്ലേ? ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു ബ്ലൗസൊക്കെ തയ്ച്ച് ഒപ്പിച്ചെടുത്ത് അത് കറക്റ്റ് ഫിറ്റിംഗ് ഒക്കെ കിട്ടി വരണമെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടാണ്. ആ സ്ഥാനത്ത് നല്ല ഫിറ്റിംഗ് ആണ്, നല്ല കംഫർട്ടാണ്. പിന്നെ ഇത്ര റേറ്റേ ഉള്ളൂ. പീക്കോക്ക് ബ്ലൂ. ഞാനിന്ന് ബ്ലൗസിൻ്റെ വീഡിയോ കാണിക്കാനിരുന്നതല്ല. ഇപ്പം ബ്ലൗസിന് ഇതുപോലെ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് പഴയ വീഡിയോയുടെ അടുത്ത് ഒത്തിരി ചോദിക്കുന്നുണ്ടെന്നാൽ ഇതങ്ങ് കാണിച്ച് തീർത്തേക്കാം നോർത്തിട്ട്. റെഡ്, നല്ല ചില്ലി റെഡ് അല്ലേ? അതെ അല്ലേ? ഞാൻ എപ്പോഴേ ഡാർക്ക് ചില്ലി അല്ല കേട്ടോ. ഞാൻ എപ്പോഴേ ഇങ്ങനെ ചില്ലി റെഡ്, ഓനിയൻ പിങ്ക് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴേ ആ സാധനത്ത് ഓർക്കും ഓനിയൻ ചില്ലി. ഇതിപ്പം പിങ്ക്, നല്ല പിങ്ക് ഷെയ്ഡ്.
എൻ്റെ കയ്യെ നീല കളറിൽ കിടക്കണം. എന്നാ പറ്റിയത്? ഗ്രേ ആഷ് ഏറ്റവും കോമൺ കളറിൽ പെടുന്നതല്ലേ ഗ്രേ, നേവി ബ്ലൂ, ബ്ലാക്ക്, മെറൂണ്. ഇതൊക്കെ ഇപ്പോഴും മിക്ക ഡ്രസ്സിനും പറ്റും നമുക്ക് ആപ്റ്റായിട്ട്. നേവി ബ്ലൂ ഈ മോഡൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ മോഡൽ ഇത്രയേ ഉള്ളേ. ഇനി എംബ്രോയ്ഡറിയുടെ മോഡൽ ഓർമ്മയുണ്ടല്ലോ, അതിനകത്തും എന്നാ പറയുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ടതും എന്നാൽ റീസ്റ്റോക്ക് കിട്ടിയതുമായിട്ടുള്ളതാണ് വെച്ചിരിക്കുന്നത്. എന്നും കൊണ്ട് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് കളേഴ്സ് ചിലത് വൈറ്റ് ഒന്നും വൈറ്റ് ഉണ്ടോ? അയ്യോ വൈറ്റ് ഉണ്ടായിരുന്നല്ലോ. വൈറ്റ് എന്നാൽ ഷോപ്പിൽ നിന്ന് തീർന്നു പോയി കാണാം. വൈറ്റ് നല്ലപോലെ സ്റ്റോക്ക് വന്നതാണ്. ഇത് ഡാർക്ക് ചില്ലി റെഡ് ഗ്രീൻ വിത്ത് ഗ്രീൻ എംബ്രോയ്ഡറി. ഇത് ഫുള്ള് നിറച്ച് എംബ്രോയ്ഡറിയാണ്. ഇതിൻ്റെ ഫുൾ കളറുകൾ ഒരു 14 കളറും കണ്ട് ഒന്നിച്ച് വന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിന് മുന്നേ കാണിച്ചായിരുന്നു. അതിനകത്തുനിന്നുള്ളതാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ ഐറ്റംസിനും പല ക്വാളിറ്റിയിൽ മാർക്കറ്റിൽ ഇതിപ്പം ഈ 2 കളറുകൾ തമ്മിൽ സാമ്യത തോന്നും അല്ലേ. നമ്പർ നോക്കിയിട്ട് വേണം നിങ്ങൾ നമ്പർ കൂട്ടി. അങ്ങനെയോ ഞാൻ ഇതൊന്നും പറയാൻ മറന്നു. നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് അയക്കാവുള്ളൂ കേട്ടോ. ചിലരിങ്ങനെ അത് എഡിറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് സൂം ചെയ്ത് കൈ മാത്രം അയക്കും. ബ്ലൗസ് നമുക്ക് മനസ്സിലാവും, പക്ഷെ നമുക്ക് ഒന്നുകൂടി ഒരു കൺഫർമേഷൻ വരണമെങ്കിൽ നമ്പർ വേണം. നമ്പർ കൂട്ടി എല്ലാ സ്ക്രീൻഷോട്ട് അയക്കരുതേ. അത് നമ്മൾക്ക് അതിൻ്റെ ആൻസർ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഉണ്ടല്ലോ, ഫോട്ടോയ്ക്കകത്തെ കളറുകൾ വ്യത്യാസം വന്ന റെഡും മെറൂണും ഒക്കെ ചിലപ്പോൾ മാറിപ്പോവും. നമ്പർ നമ്മൾ വെച്ചിട്ടാണ്, നമ്മൾ നമ്പർ വെച്ചാൽ ബുക്കിംഗ് എടുക്കുന്ന പോലുവേ. ഇതിപ്പോൾ ലാവണ്ടർ ഷെയ്ഡ് നല്ലതല്ലേ, ലൈറ്റ് ലാവണ്ടർ. ഈ പിങ്ക് കളറുള്ള അല്ലെങ്കിൽ ഈ യെല്ലോ കളറുള്ള അല്ലെങ്കിൽ ഈ ഗ്രീൻ കളറുള്ള എല്ലാ സാരിക്കും ഇത് പറ്റും. ഇത് ലൈറ്റ്, ഇതിപ്പോൾ ബേബി പിങ്കിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് ഉണ്ടോ. ചിലവുണ്ട് മഞ്ഞ, എല്ലാത്തിനും മഞ്ഞയും ഇതുവാ കേട്ടോ. ഞാൻ അയക്കാൻ മാത്രമേ ഉള്ളൂ, പറയുക. ചില കളറുകൾ അത് തിരിച്ചറിയത്തില്ലെന്നേ ഉള്ളൂ. ലൈറ്റ് ബീച്ച്. ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു പ്രിൻസസ് കട്ടുള്ളടോ ഫ്രണ്ട് കേട്ടോ. ബാക്ക് നെക്ക് ഒക്കെ കാണിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ബാക്ക് നെക്ക് കാണണം എന്നൊക്കെ ഉള്ളവർ ഇച്ചിരി തൊട്ട് പുറകിലത്തെ കഴിഞ്ഞ ദിവസത്തെ റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഇതിപ്പോൾ ഉണ്ടല്ലോ ഒരു ലൈറ്റ് പീച്ച് അല്ലേ, ആണോ? പീച്ചിൻ്റെ കളറാണോ? ലൈറ്റ് ഷെയ്ഡാ കേട്ടോ. പീച്ചല്ലേ. ഗ്രേ. വൈറ്റ് ഉണ്ടായിരുന്നല്ലോ. വൈറ്റ് തീർന്നാ ഇവിടുന്ന് തീർന്നതാ. അതെടുത്ത് നോക്കാൻ അവർ വിട്ടുപോയതാണോ? വൈറ്റ് ഒത്തിരി വന്നതാ. ഗ്രേ. പിന്നെ ഉണ്ടല്ലോ ചിലർക്ക്, ഞാൻ അധികം പറയാവേ, ഇതും കൂടെ 2 കൂടെ ഉള്ളൂ. അതും കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. എന്നാൽ മുഴുവൻ കേട്ടിട്ടേ വീഡിയോയ്ക്കകത്തുനിന്ന് സ്കിപ്പായി പോകാവുള്ളൂ കേട്ടോ. അതാ ഈ പ്രശ്നം എന്തുകൊണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എന്നാ പറയുന്നത്, പൗഡർ ബ്ലൂ എന്നാന്നറിയാം, മുഴുവത്തോടെ കേക്ക് പറ്റില്ല. എന്നിട്ട് അയ്യോ ചാറ്റിങ്ങിൽ വന്നിട്ടാണ് ഈ ഡൗട്ട്സ് മുഴുവൻ. നമ്മളിത് മൊത്തം വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞാലും അത് പിന്നെയും അങ്ങനെ ഡൗട്ട് അടിക്കും. അതിനെന്താ ഈ വീഡിയോ ഇത് ഗ്രീനിൻ്റെ ഒരു ലൈറ്റ്, എന്നാ ഗ്രീന് പിസ്ത ഗ്രീൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ എന്താണെന്ന് ഇത് വിശദമായിട്ട് പറയുന്നത്. ബ്ലൗസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ റെഡിമെയ്ഡ് ബ്ലൗസ് എന്ന് പറയുന്നത് നമ്മളൊക്കെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു സാധനമല്ല. അപ്പോൾ ഇത് വാങ്ങിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് 100,000 സംശയങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നെ എടുക്കണം, വീഡിയോ സ്കിപ്പ് ആക്കാതെ കാണും. എൻ്റെ ഓർമ്മയിൽ വരുന്ന മാക്സിമം കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ആക്കാതെ പറ്റുമെങ്കിൽ കാണുക. അതെന്നാ ചോദിച്ചാൽ ഇതിനകത്ത് എക്സ്ചേഞ്ചോ റിട്ടേണോ റീഫണ്ടോ എന്തും ഉണ്ടെങ്കിലും ഇല്ല. നമ്മൾ ഡാമേജ് പോലും ഒരബദ്ധം പറ്റിയതുകൊണ്ട് ഡാമേജ് പോലും CCTV അടിയിൽ നിന്ന് വെച്ച് മൊത്തം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇത് സെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ 3 ദിവസം ഡെസ്പാച്ചിന് പറയുന്നത്. ഇതിനെല്ലാം എന്താ പറയുക, ഡബിൾ ചെക്ക് നടത്തി അല്ലെങ്കിൽ ക്വാളിറ്റി ചെക്ക് എല്ലാം നടത്തിയിട്ടാണ് നമ്മൾ അയക്കുന്നത്. അതുകൊണ്ട് 3 ദിവസം കഴിഞ്ഞേ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇന്ന് ബുക്ക് ചെയ്താൽ നാളെ ഡെസ്പാച്ച് ചെയ്യത്തില്ല. 3 ദിവസം കഴിഞ്ഞ് ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് ഇതിനകത്ത് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ലാർജ് സൈസുള്ള ഒരാൾ, ഇപ്പോൾ എനിക്ക് ലാർജ് സൈസാണ്, എൻ്റെ സൈസ് ആയിരിക്കത്തില്ല, എൻ്റെ ശരീര ഷേപ്പ് എൻ്റെ ബോഡി ഷേപ്പ് ആയിരിക്കത്തില്ല വേറൊരാൾക്ക്. ഇത് വാങ്ങിച്ച് പഴകി പരിചിതമുള്ളവരെല്ലാം വാങ്ങിച്ചോ, ഒരു ധൈര്യം ഒരു പേടിയും കൂടെ അത് വാങ്ങിച്ചോ. പക്ഷെ ഇതിനെപ്പറ്റി അറിയത്തില്ലാത്തവർ
അവരുടെ ഇഷ്ടത്തിൽ വാങ്ങിക്കുക. ഞാൻ അതേ പറയുള്ളൂ, അതിനപ്പുറത്തോട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് വാങ്ങിച്ച ആയിരക്കണക്കിന് ആൾക്കാർ എനിക്കുണ്ട്. ഇതിൻ്റെ അതുപോലുള്ള ആവശ്യം കൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പം ആകെ സൺഡേയിൽ മാത്രം കാണിച്ചുകൊണ്ടിരുന്ന വീഡിയോ ഇന്നിപ്പോൾ എന്തോ ചൊവ്വാഴ്ചയല്ലേ വീണ്ടും കാണിക്കുന്ന അത്രയും ആവശ്യക്കാരുള്ളത് കൊണ്ടാട്ടോ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിനകത്ത് ഇതിന് മാത്രം ലാഭമോ പ്രോഫിറ്റോ കാര്യങ്ങളോ ഇല്ല. അതുമല്ല, നല്ല മെനക്കെട്ട പണിയുമാണ് അത്. എന്നിട്ടും കാണിക്കുന്നതെന്നു വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യമല്ലേ നമ്മുടെ ഇതെന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ഗീവ് അവേക്ക് നല്ല കമൻറ്റ് ഇടുക. ഇന്നത്തെ ഗീവ് അവേക്കും ഇതിനകത്തുനിന്ന് ഒരു ബ്ലൗസാണ് സമ്മാനം കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.